ഈ വീഡിയോയിൽ നമ്മൾ USA നിന്ന് തുടങ്ങാം. USA നിന്ന് മിഡിൽ ഈസ്റ്റ് ത്രൂ ഇന്ത്യ, അങ്ങനെയാണ് ഈ വീഡിയോ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൽ അമേരിക്കയിൽ അതിഭീകരമായ കാട്ടുതീ പടർന്നിരിക്കുകയാണ്. അതിൻ്റെ ഡ്രൈ എയർ ആണ്, മൊത്തത്തിൽ നല്ല രീതിയിലുള്ള കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ കാറ്റ് സിറ്റിയിലുള്ള പല പ്രദേശങ്ങളിലും, പ്രധാനമായിട്ടും 6 സ്ഥലങ്ങളിൽ സിറ്റി മൊത്തത്തിൽ കത്തിപ്പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഈ കാട്ടുതീ ഇങ്ങനെ കാറ്റിൽ പടർന്ന് ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോളിവുഡ് പാർക്ക് പോലത്തെ ആ മൗണ്ടൻസ്, ഹോളിവുഡ് മൗണ്ടൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഹോളിവുഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു മൗണ്ടൻ പലരും പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. ടി വിയിലൊക്കെ കാണാൻ ഒരുപാട് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ പോപ്പുലർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം നല്ല രീതിയിൽ തീ പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 36,000 ഏക്കറോളം തീ പടർന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പല പല സിറ്റികളിലായിട്ടാണ്. ഇതിന് 6 സിറ്റികൾ പ്രധാനമായിട്ട് ഇതിനകത്ത് പോയിട്ടുണ്ട്. ആ സിറ്റികളിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാലിഫോർണിയ, സദൺ കാലിഫോർണിയ ഭാഗത്ത് ഫുള്ള് തീ പടർന്നിരിക്കുകയാണ്. അതാണ് അവസ്ഥ. ഈ കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻഡ് സ്ട്രീറ്റ് ഉള്ള ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ മനോഹരമായിട്ട് ഈ ലൈനപ്പ് ചെയ്ത് ബിൽഡിംഗ് വെച്ചിരിക്കുന്ന രീതിയിലുള്ള സ്ട്രീറ്റുകളൊക്കെ തെളിഞ്ഞു കാണാൻ പറ്റുന്ന സ്ക്വയർ ബോക്സ് പോലെ കിടക്കുന്ന സിറ്റിയാണ് കാലിഫോർണിയ. അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ്. അതൊക്കെ കത്തി നശിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതിൻ്റെ ഒരു സൈഡ് മൊത്തം കത്തിപ്പോയിരിക്കുന്നതാണ്. ഇതിൽ കാലിഫോർണിയ, ലോസ് ഏഞ്ചൽസ്, ഫ്ലോറിഡ, ബോളിവുഡ് മൗണ്ടൻ, ഇതൊക്കെ ഡീപ്പായിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഏതാണ്ട് ഇതുവരെ 10 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 1,53,000 പേർക്ക് എവാക്യുവേഷൻ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അത് ഏത് നേരത്തും അവരുടെ സ്ഥലം വിട്ട് അവർ മാറി താമസിക്കേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. ഏതാണ്ട് 10,000 പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് ഡാമേജ്ഡ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ എറ്റൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ ഏതാണ്ട് 14,000 ഏക്കറോളം കത്തി നശിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബാങ്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം പല വീടുകളും അവിടെയൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് ജോലിക്കൊക്കെ പോയി, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ജോലിക്കൊക്കെ പോയി അവിടെ താമസിക്കുന്ന വെച്ചാൽ ലോൺ എടുത്ത് വീടൊക്കെ മേടിച്ചിട്ട് ആ കിട്ടുന്ന ശമ്പളത്തിൽ മാസം മാസം ലോണൊക്കെ അടച്ച്, മോർഗേജ് ഒക്കെ അടച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പലരും. അപ്പൊ അതിൽ പല വീടുകളും നമ്മൾ വിചാരിക്കും US-ലാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര കാശാണ്, അതാണ് എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. ഡോളറിന് മൂല്യമുണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ മണി വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസസ് അവർ മുടക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ പല വീടുകളും അവിടെ മോർഗേജിലാണ്, ലോണിലാണ് ഉള്ളത്. അപ്പൊ ഇപ്പൊ ബാങ്ക് പറഞ്ഞിരിക്കുന്നത് ഈ ഫയർ ആക്സിഡന്റിൽ പെട്ട ആളുകൾ, അഥവാ ഈ ലോൺ മുഖാന്തരം വീട് ഇപ്പോഴും ലോൺ അടവിൽ പെൻഡിങ്ങിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും മൊറട്ടോറിയം എടുക്കാം എന്നുള്ളതാണ്. മൊറട്ടോറിയം എന്ന് പറഞ്ഞാൽ ഈ ലോൺ അടയ്ക്കാനുള്ള കുറച്ച് കാലപരിധി നീട്ടി കിട്ടുന്നതായിരിക്കും. പക്ഷെ അതേസമയം ഈ ഫുള്ളി പെയ്ഡ് ആയിട്ട് ഇപ്പം ചില ആൾക്കാരൊക്കെ വീടിന്റെ എമൗണ്ട് ഒക്കെ ഇപ്പോഴാണ് അടച്ചു തീർത്തിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇൻഷുറൻസ് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. അപ്പൊ പരമാവധി അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം US ഇത് ഈ നോംസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം. ഏറ്റവും ഇമ്പോർട്ടന്റ് US എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങളാണ്. അപ്പൊ അവിടുത്തെ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്കെല്ലാം നഷ്ടപരിഹാരം കിട്ടാനും അവർക്ക് പുതിയ വീടുകൾ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് വേറെ മാർഗത്തിലൂടെ അവർക്ക് ആ വീട് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ ഒരുക്കുന്നതായിരിക്കും. US എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും വലിയൊരു സ്റ്റേറ്റ് ആണ്, അത്രയും വലിയൊരു രാജ്യമാണ്. അപ്പൊ അവിടെ ഒരു സൈഡിലാണ് ഈ ഒരു അപകടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം തീ പിടിച്ചത് കൊണ്ട് തന്നെ ഒരു ഹെവി റെയിനുള്ള സാധ്യതയുണ്ട്. സയന്റിഫിക്കലി അത് തന്നെയാണ് ഒരു സാധ്യത. നമ്മളിപ്പോൾ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലേക്ക്, നേരെ ഇസ്രായേലിലേക്ക് തന്നെയാണ് വരുന്നത്. IDF ഏതാണ്ട് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ 3 വീടുകൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ 3 വീടുകൾ തകർത്തത് വേറൊന്നും കൊണ്ടല്ല, ഈ വീടുകളിൽ താമസിക്കുന്ന തീവ്രവാദികളായിരുന്നു. ആ തീവ്രവാദികൾ തുടരെ ഈ വെസ്റ്റ് ബാങ്കിന്റെ ആ ഭാഗത്ത് നടക്കുന്ന ബസ്സുകളുടെ നേരെ വെടിയുതിർക്കുന്ന പരിപാടി, ചെയ്യുന്ന കലാപരിപാടി ചെയ്യുന്ന ബിരുദന്മാരുടെ വീടായിരുന്നു ഈ 3 വീടുകൾ. ആ 3 വീടുകൾ IDF തൂത്ത് പറക്കി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ IDF ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഹൂത്തികൾക്ക് മേളിൽ വീണ്ടും ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി. ഏതാണ്ട് 20 ഫൈറ്റർ ജെറ്റുകൾ, F-15 ഉൾപ്പെടെയുള്ള 20 ഫൈറ്റർ ജെറ്റുകളുമായിട്ട് പോയി ഹൂത്തികളുടെ മേളിൽ ഇതേപോലെ സ്പൈ പ്ലെയിൻ, അതേപോലെ തന്നെ റീഫ്യൂവലിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റം, ഇത്രയും സംഭവങ്ങളുമായിട്ടാണ് പോയത്. ഹർഫ് സൂഫിയാൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അതുപോലെ തന്നെ നോർത്ത് സന, ഈ ഭാഗങ്ങളാണ് അറ്റാക്ക് നടത്തിയത്. പ്രത്യേകിച്ചും പോർട്ട് ഏരിയ, അതുപോലെ തന്നെ എനർജി സപ്ലൈ, ഇതാണ് ടാർഗറ്റ് ചെയ്ത് പോയത്. കൃത്യമായിട്ട് ആ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്തിട്ടാണ് ഇസ്രായേൽ മടങ്ങിയത്. ഇതുവരെ ഹൂത്തികൾ 200 മിസൈൽ ഇസ്രായേലിന്റെ ഉള്ളിൽ വിട്ടിട്ടുണ്ട്. ഇത് അവർ വിടുന്ന മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ പോലെ അല്ല ഇസ്രായേൽ ചെയ്യുന്നത്. ഇസ്രായേൽ കൃത്യമായിട്ട് പോയി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടാർഗറ്റിനെ കറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുകയാണ്. നമ്മൾ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇസ്രായേൽ മടങ്ങുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു പ്രാക്ടീസ് തന്നെയാണ് പണ്ട് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു നഷ്ടം ഹൂത്തിക്ക് നികത്താൻ പറ്റാത്തതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയും UK-യും 2 ദിവസം മുമ്പ് ഒരു അറ്റാക്ക് നടത്തി. അതിനെ തുടർന്നാണ് ഇന്ന് ഇസ്രായേൽ കൃത്യമായിട്ടുള്ള സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് എയർ സ്ട്രൈക്ക് മാത്രമല്ല, ബോംബിംഗ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 50 മ്യൂണീഷൻസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 50 ബോംബുകൾ ഇട്ടിട്ടുണ്ട് തറയിൽ. യമന്റെ ഹൊദൈദ, അതുപോലെ തന്നെ റാസീസ എന്ന് പറഞ്ഞ ഈ ഒരു പോർട്ട് ഭാഗങ്ങളാണ് പറയുന്നത്. ഇത് പോർട്ട്, അതേപോലത്തെ അതിന്റെ എനർജി സപ്ലൈ രണ്ടും കൂടെയാണ്
ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. 50 ബോംബുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, തുടരെ തുടരെ അങ്ങ് ഇട്ട് പോവാണ്. ഒരു ലൈനപ്പ് പിടിച്ചിട്ട് അങ്ങ് ഒരു ലൈൻ പിടിച്ചങ്ങ് ഇടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ 50 ബോംബും തുടരെ തുടരെ അങ്ങ് വീഴുകയാണ്, ടപ്പട്ടപ്പേന്ന് വീഴാണ്. ആ രീതിയിലാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ ചെയ്തൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ഇന്നലെ ഒരു മാപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ബിബ്ലിക്കൽ മാപ്പ് എന്ന് വേണമെങ്കിൽ ഇതൊരു ബിബ്ലിക്കൽ മാപ്പ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അവരൊരു 10,000-3000 വർഷത്തിന് മുമ്പുള്ള ഒരു ചരിത്ര പ്രാധാന്യം, ഇസ്രായേലിന്റെ ചരിത്ര പ്രാധാന്യം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു റിവർ ടു സീ എന്നുള്ള രീതിയിൽ ഇവർ എപ്പോഴും ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴാണ് വന്നത്, നിങ്ങൾ ഇപ്പോഴല്ലേ വന്ന് കയറിയത്, ചേക്കേറിയത് 1400 വർഷമല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ ഇവിടെ ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള പാരമ്പര്യം നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് BC 928 928 ആ ഒരു കാലഘട്ടത്തിലുള്ള ഈ ഒരു ഇസ്രായേലിന്റെ കിങ്ഡം ആയിട്ടിരുന്ന ആൾക്കാരായിട്ടുള്ള ഡേവിഡ്, അതുപോലെ ഡേവിഡ്, സോളമൻ, ഇതേപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു മാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ ജുദേയ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് സിറിയ, ജോർദാൻ ഉൾപ്പെടെയുള്ള കുറച്ച് ഭാഗങ്ങൾ അതിനകത്ത് കയറി വരുന്നുണ്ട്. അപ്പൊ അത് ജോർദാൻ ഇന്നലെ തന്നെ അതിനെ ഗണ്ണിച്ചു. അപ്പൊ സൗദി അറേബ്യ അതിനെ ഇന്ന് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇസ്രായേൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ അത് സാധിക്കുമായിരിക്കാം. പക്ഷേ അല്ലെങ്കിൽ ഇത് ഇപ്പൊ പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തതാണെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് പബ്ലിഷ് ചെയ്തതോടുകൂടി ഈ 2 രാജ്യങ്ങളാണ് എതിർപ്പുമായിട്ട് വന്നിരിക്കുന്നത്, അതായത് സൗദി അറേബ്യ അതുപോലെ തന്നെ ജോർദാൻ. പിന്നീട് വേറെ ആൾക്കാർ വരുമായിരിക്കും 1 by 1. ഒരുപാട് ആൾക്കാർ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ആ മാപ്പ്. ഈ മാപ്പിൽ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു വലത്തെ സൈഡിൽ, ഈ മാപ്പിൽ കാണിക്കുമ്പോൾ വലത്തെ സൈഡിൽ കുറച്ച് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ആ പോർഷൻസ് മൊത്തമാണ് ഈ ജോർദാനും സിറിയയുടെയും ഒരു ഹാഫ് പോർഷൻസ് അതിനകത്ത് കവേർഡ് ആയി വരുന്നത്. അപ്പൊ ഇത് ഇന്റർനാഷണൽ ബോർഡറിന്റെ ലംഘനമാണെന്നാണ് ജോർദാനും സൗദി അറേബ്യയും അവകാശപ്പെട്ടിരിക്കുന്നത്. അതിനിപ്പോ ഇസ്രായേൽ ഇപ്പൊ അത് കയറി പിടിക്കാനൊന്നും പോകുന്നില്ല. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഈ ഇടയ്ക്കിടയ്ക്ക് സിറിയക്കുള്ളിൽ ഇങ്ങനെ പോയി ഒരു അറ്റാക്ക് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ആൾക്കാർ പല തവണയായിട്ട് പല സ്റ്റേറ്റ്മെന്റുകളും പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതിനെ ഗണ്ണിക്കുന്ന രീതിയിലും കൂടെയാണ് ഈ ഒരു മാപ്പ്. അതായത് നിങ്ങൾ കൂടുതൽ നമ്മുടെ അടുത്ത് കിടന്ന് ഇതാവണ്ട, നമ്മൾക്ക് ഈ അവകാശങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നതാണ്, ഇത് നമ്മളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്, ഇപ്പൊ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു മാപ്പ് പ്രസിദ്ധീകരണം. US ഒരു സൈഡിൽ തീപിടുത്തമൊക്കെ നടന്നാലും മറ്റേ സൈഡിൽ സെനറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ആ സെനറ്റിൽ ഇന്ന് വോട്ടിനിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രമേയം? പ്രമേയം വേറെ ഒന്നുമില്ല, ഈ ഒരു ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടില്ലേ അതിനെ ഒന്ന് സാങ്ഷൻ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വോട്ടിട്ടത്. സാങ്ഷൻ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഈ ഇസ്രായേലിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ ഗണ്ണിച്ചുകൊണ്ടും ആ ഒരു നടപടി തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുന്നത്. ആ പാസ്സാക്കിയതിൽ ഏതാണ്ട് മെജോറിറ്റി വോട്ട് ഇസ്രായേലിനെ അനുകൂലിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ICCക്ക് എതിരെയുള്ള സാങ്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വോട്ട്. അപ്പൊ അതായത് ഈ ICCക്ക് സാങ്ഷൻ വീണ് കഴിഞ്ഞാൽ എന്താണ്, ICCയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും US നിന്ന് പോകുന്ന ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടും. അപ്പൊ ഈ ഒരു ഇമേജിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൊഫീൻ ഉണ്ടാക്കിയിട്ട് ഈ കൊഫീൻ ഇങ്ങനെ കയറിൽ കെട്ടി ആൾക്കാർ വലിച്ചോണ്ട് പോവാണ്. ഈ വലിച്ചോണ്ട് പോകുന്ന പറഞ്ഞാൽ ആൾക്കാർ വെറുതെ ഉള്ള ആൾക്കാരല്ല, മിലിറ്ററി പേഴ്സൺസ് ആണ് ഇതിനെ വലിച്ചോണ്ട് പോകുന്നത്. ഇത് ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇറാനിൽ നടക്കുന്നത്. സിംബോളിക് ആയിട്ട് ഇസ്രായേലിനെ ശവപ്പെട്ടിയിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു മെസ്സേജാണ് അവർ കൊടുക്കുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഇവരൊരു ബറ്റാലിയനാണ്, ഇവരൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. ഇവരാണോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രതിഷേധം നടത്തേണ്ടത്? ഇവര് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ പോയി ഫൈറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. ഇത് ഇങ്ങനെ കയറിൽ കെട്ടി വലിക്കേണ്ട ആൾക്കാർ ശരിക്കും പൊതുജനങ്ങൾ, ഇസ്രായേലിനോട് വിരോധവും ശത്രുതയുമുള്ള പൊതുജനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇത് ഈ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന് ചെയ്യുമ്പോഴത്തേക്കും അവന്റെ കഴിവുകേടാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ഇത് ഗ്ലോബലി എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം മിലിറ്ററി ഉദ്യോഗസ്ഥന് അവന്റെ കയ്യിൽ എല്ലാ പവറും എല്ലാ സുപ്രീമസിയും ഉണ്ട്. അവന് പോയിട്ട് ഫൈറ്റ് ചെയ്ത് നേരിടാം ഇസ്രായേലിനെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവന്റെ ഗവൺമെന്റിനെ പുഷ് ചെയ്യുക, ഇറാനെ പുഷ് ചെയ്തിട്ട് നിങ്ങളുടെ IRGC ബറ്റാലിയനുമായിട്ട് പോയി ഗാസയിൽ എവിടെ വെച്ചാൽ പോയി ഇറങ്ങി ഇസ്രായേലിനെതിരെ പൊരുതുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത ഒരു ബിൽബോർഡ്. ഈ ഒരു ബിൽബോർഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൊത്തത്തിൽ ഇറാന്റെ ഉള്ളിലുള്ള മിസൈലുകളുടെ കേപ്പബിലിറ്റി ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരു രാജ്യം പബ്ലിക്കായിട്ട് ബിൽബോർഡ് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു ദയനീയ അവസ്ഥ മനസ്സിലാക്കണം. കാരണം ഏതെങ്കിലും ഒരു രാജ്യം എൻ്റെ രാജ്യത്ത് ഇന്ന രീതിയിലുള്ള മിസൈലുകൾക്കും എൻ്റെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ മിസൈൽ 1, 2, 3 ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നമ്മളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തിന്നുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലും ഡിസ്പ്ലേക്ക് വെക്കുമോ? ഇറാനാണ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബിൽ ബോർഡ് ഗവൺമെന്റ് പൈസ മുടക്കി പ്രിന്റ് ചെയ്ത് പിന്നെ പൊതുജനങ്ങൾക്ക് കാണാനും അവർ കണ്ട് സന്തോഷിക്കാനും ധൈര്യപൂർവ്വം ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ഇന്ന മിസൈലുകളൊക്കെ ഉണ്ട്, US-ഉം അമേരിക്കയും വന്ന് അറ്റാക്ക് ചെയ്താൽ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഇത് വെച്ച് നിങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട്
ജനങ്ങളോട് ഇരക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇറാൻ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ തെരുവുകളിലാണ് ഈ ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഒറ്റ ബോർഡ് മതി ഇറാന്റെ അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാക്കാൻ. വീണ്ടും ഷിൻബെറ്റ് വളരെ ശക്തമായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ കൗണ്ടർ ടെററിസത്തിന്റെ ആക്രമണം തുടങ്ങേണ്ടിയിരിക്കുന്നു, ഒരുപാട് തീവ്രവാദികൾ അവിടെ തമ്പടിച്ചിരിക്കുകയാണെന്നുള്ള മെസ്സേജ് ആവർത്തിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഷിൻബെറ്റ് എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം അത്ര ഷിൻബെറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇസ്രായേലിന്റെ ഇന്റർണൽ ഇന്റലിജൻസ് ആണ്, അവരുടെ രാജ്യത്തിന് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് ആണ്. അവർക്ക് ആ രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്ക് താറുമാറായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എത്രയും വേഗം വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഒരു ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഷിൻബെറ്റ് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നെബുലൂസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ന് സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. IDFന്റെ സെക്യൂരിറ്റി ഫോഴ്സ് അവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഇത് ശരിക്കും പറഞ്ഞാൽ 20, 21, 22 ആ ഒരു 25-ാം തീയതിക്കുള്ളിൽ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇറാൻ ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ, അതായത് 2-3 ദിവസങ്ങളായിട്ട് ഇറാൻ നല്ല രീതിയിൽ മിലിറ്ററി ഡ്രില്ല് ചെയ്ത് നോക്കുകയാണ്. അതായത് ഒരു ടെസ്റ്റിംഗ്, ഒരു പരീക്ഷണം ആ രീതിയിലാണ്. പല രീതിയിലുള്ള മിസൈലുകളൊക്കെ വിട്ടു നോക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പല പരീക്ഷണങ്ങൾ അവിടെ നടത്തുകയാണ്. അത് മിലിറ്ററി ഡ്രിൽ, മോബ് ഡ്രില്ലാണ് ചെയ്യുന്നത്. അത് അവരുടെ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സഹായമാവും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റു പത്രമാധ്യമങ്ങളിലൊക്കെ ഇത് അച്ചടിച്ച് വരും. അതുപോലെ തന്നെ TV ന്യൂസിലൊക്കെ ഇത് പറയുമ്പോഴത്തേക്കും ജനങ്ങളെ വിശ്വസിപ്പിക്കാനും ജനങ്ങളുടെ ഭീതി അവസാനിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ ഇറാന്റെ ഗവൺമെന്റ് ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹമാസ് തീവ്രവാദികളുടെ അടുത്ത് യഥാർത്ഥത്തിൽ ഈ ഒരു ഹോസ്റ്റേജ്, അതായത് ഈ ബന്ദികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഡൗട്ട്. ഇന്ന് അതേപോലെ വാർത്ത വന്നിരിക്കുകയാണ്. ഹമാസ് പറഞ്ഞിരിക്കുന്നത് ബന്ദികളെ നോർത്തേൺ ഗാസ ഭാഗത്താണ് സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിരുന്നത്, പക്ഷേ ഇപ്പൊ അവരെ അവിടെ നിന്ന് കാണുന്നില്ല, മിസ്സിംഗ് ആണെന്ന് പറയുന്നു. ഇസ്രായേലിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. അത് IDFന്റെ ആക്രമണത്തിൽ, എയർ സ്ട്രൈക്കിൽ വല്ലതും അവർ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാവാം, ഏതെങ്കിലും ഒരു തുരങ്കങ്ങളുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാവാം, ഒരുപക്ഷെ അവരെല്ലാം തന്നെ മരണപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെ ഹമാസ് ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു പക്ഷേ ട്രംപ് ഓൾറെഡി ഒരു ഭീഷണി കൊടുത്തിരിക്കുകയാണ്. അതായത് അവസാനത്തെ താക്കീതാണ്, നിങ്ങൾ എത്രയും വേഗം ബാക്കിയുള്ള ഈ ബന്ദികളെ വിട്ട് തന്നിട്ട് മര്യാദയ്ക്കുള്ള പണി നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊരു സൈഡിൽ പേടിയുണ്ട് ഇവന്മാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയിൽ ഇവർ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഹോസ്റ്റേജുകളെ ഇപ്പോഴാണ് ഇവർ തപ്പി തുടങ്ങുന്നത്. ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് നമുക്ക് ഇപ്പൊ കാര്യം മനസ്സിലാവുന്നത്. കാരണം ഇവന്മാരെ പിടിച്ചോണ്ട് പോയ സമയത്ത് തലയും വാലില്ലാണ്ട് ഇവരെ പല സ്ഥലങ്ങളിലായിട്ട് ഇവരെ ആക്കിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ മൊത്തത്തിൽ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അവന്മാർക്ക് തന്നെ ഒരു പിടുത്തമില്ല. ചിലപ്പോൾ അവരുടെ കൈവശം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും, അവർ 10 പേരൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അത് തന്നെ സംശയമാണ്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ബ്ലണ്ടർ ആണ് പറഞ്ഞിരിക്കുന്നത്, ഹോസ്റ്റേജസ് മിസ്സിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഇസാദീൻ അൽകാസിം ബ്രിഗേഡ്, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബ്രിഗേഡുകളുടെ കയ്യിലാണ് ഈ ഒരു ബന്ദികൾ ഉണ്ടാവാനുള്ള സാധ്യത. ഇവന്മാർ പിടിച്ചോണ്ട് പോയിട്ട് ഈ ബ്രിഗേഡുകളുടെ കയ്യിലാണ് കൊടുത്തിട്ട് പോകുന്നത്. അവിടെ അൽകാസിം തൊട്ട് പല രീതിയിലുള്ള ബ്രിഗേഡ്, കുത്സ് ബ്രിഗേഡ്, അങ്ങനത്തെ പല ബ്രിഗേഡുകളുണ്ട്. ഇവരെല്ലാം തന്നെ ഇറാന്റെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ബ്രിഗേഡുകളുടെ കയ്യിൽ ഇവര് സുരക്ഷിതരാണോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എവിടെ കൊണ്ട് പൂഴ്ത്തി വെച്ചെന്ന് ആർക്കറിയാം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോ മുന്നോട്ട് നോക്കുമ്പോഴത്തേക്കും ഇനി കിട്ടി അത്രേ ഉള്ളൂ. ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇറാനിന് ഉണ്ടായ നഷ്ടം അടുത്ത് പറയാൻ പോകുന്ന അതാണ്. ഇറാനിന് ഉണ്ടായ നഷ്ടം, ഇറാനിന് ഈ പ്രോക്സികളെ കൊണ്ട് കഴിഞ്ഞ 2000 മുതൽ ഉണ്ടായ ഒരു നഷ്ടമാണ് ഇവിടെ വിലയിരുത്തുന്നത്. അത് അവര് വളരെ വിഷമത്തോടു കൂടിയാണ് അവർ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് $50 ബില്യൺ ലോസ് ആണ് കഴിഞ്ഞ 2000 മുതൽ. ഈ സിറിയയിൽ ഇറാൻ മുടക്കിയ ഫണ്ടിൽ കുറച്ച് പൈസ വേണമെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് പോയിട്ടുണ്ടാവും. ബാക്കിയുള്ളതെല്ലാം തന്നെ ഈ ഒരു സിറിയയിൽ മാത്രം സ്പെൻഡ് ചെയ്ത ഒരു പൈസ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. $50 ബില്യൺ. ഈ $50 ബില്യൺ ഇറാന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുടക്കിയിരുന്നെങ്കിൽ എന്തായാലും ആ രാജ്യം ഇന്ന് ഏത് രീതിയിൽ മുന്നോട്ട് പോയേനെ? എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അവരുടെ ഹെൽത്ത്, ആ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആ രീതിയിൽ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ ആ രാജ്യം പോയേനെ? ആ രാജ്യമാണ് ഇന്ന് ഈ മതത്തിന്റെ പേരിൽ, ഈ ഒരു ആശയങ്ങളുടെ പേരിൽ $50 ബില്യൺ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. $50 ബില്യൺ. ഇന്ന് അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? ആ പൈസയ്ക്ക് ഒരു മൂല്യവും ഒരു വിലയില്ലാതെ പോയി എന്നാണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയം വേറെ ഒന്നുമില്ല, ആശയം ഒന്ന് തന്നെയാണ്, ആന്റി ഇസ്രായേൽ. ഈ ആന്റി ഇസ്രായേലിന്റെ ആശയത്തിലാണ് ഈ ഒരു പൈസ ഇത്ര നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനിയും നഷ്ടപ്പെടും ചിലപ്പോൾ. അടുത്ത് വീണ്ടും അമേരിക്കയുടെ ഒരു ചെറിയ വാർത്തയാണ്, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ട്രംപും പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച, അതിന് സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. അത് കൺഫേം ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ഡേറ്റും ടൈമും ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ പറഞ്ഞിരിക്കുന്ന സ്ഥലം ഫ്ലോറിഡയിൽ ട്രംപിന്റെ വസതിയിലാണ്. പുതിയതായിട്ട് അപ്പോയിന്റ് ആയിരിക്കുന്ന ഗവർണർമാരെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആണ് പുടിനുമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഉറപ്പായിട്ടും ഈ ഒരു മീറ്റിംഗ് നടത്തും. അതിനകത്ത് ഒരു പരാമർശം കൂടെ ഉള്ളത്, പ്രധാനമായിട്ട് ഉക്രൈന്റെ വിഷയം ഡിസ്കസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ ട്രംപ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ നാറ്റോ രാജ്യങ്ങളുടെ സ്പെൻഡിങ് വെറും 2% ആണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. അവർ 2% സ്പെൻഡ് ചെയ്താൽ പോരാ.
അവരൊരു 5% എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാറ്റോ രാജ്യങ്ങൾ തകർന്നടിയും. ഇപ്പൊ തന്നെ അവർക്ക് എടുത്തു കൊടുക്കാൻ ഈ 2% തന്നെ അവരെ കൊണ്ട് മുടക്കാൻ പൈസയില്ല എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലാണ് ട്രംപ് 5% സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. 5% സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഉള്ളതിനേക്കാളും ഏതാണ്ട് 150% കൂടുതലാണ് ഈ ഒരു 5% എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഈ ഉള്ളത് 2%. അതിന്റെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 4%. അപ്പൊ 5% എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 150%. ഇത് ഒരിക്കലും നാറ്റോ രാജ്യങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഗ്യാസും ഓയിലും ഇതിന്റെയൊക്കെ പ്രശ്നങ്ങളും കാലാവസ്ഥ ഇതൊക്കെ നിങ്ങൾക്കല്ലേ, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത്. അമേരിക്ക എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി ചോദിക്കുന്നത്. ചോദ്യം വളരെ വാലിഡ് ആണ്. പക്ഷേ ബൈഡൻ അല്ല ട്രംപ്. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാറ്റോ തകരുന്ന ഒരു അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നാറ്റോ ആരും തകർക്കണ്ട, തനിയെ തകരുന്ന ഒരു ഏർപ്പാടാണ് ഈ ഒരു പെർസെന്റേജ് ഹൈക്കിംഗ് സ്പെൻഡിങ്, അതായത് നിങ്ങളുടെ സ്പെൻഡിങ് നിങ്ങൾ കൂട്ടണം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊക്കെ ഒരു സൈഡിൽ നടന്നാലും $500 മില്യൺ ഇന്ന് ഉക്രൈന് ബൈഡൻ പാസ്സാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ എത്രത്തോളം കൊടുക്കാൻ പറ്റും അത്രത്തോളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇറങ്ങി പോകുന്നതിന് 2 ദിവസത്തിന് മുമ്പ് കുറച്ചുകൂടെ കൊടുക്കുമെന്ന് തോന്നുന്നു. ഏതാണ്ട് ഇപ്പൊ ഏതാണ്ട് ഇനി 10-12 ദിവസമുണ്ട്. അതിനുള്ളിലാണ് ഇപ്പൊ 500 മില്യൺ വീണ്ടും പാസ്സാക്കി കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യ കൂടുതൽ ഫോഴ്സുകളെ ലഡാക്കിന്റെ ഈസ്റ്റ് ലഡാക്ക് ഭാഗത്ത് കൂടുതൽ വിന്യസിക്കുകയാണ്. അവിടെ ഈ ബോംബിംഗ് സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ നമ്മൾ കൂട്ടുകയാണ് അവിടെ അമ്യൂണിഷൻസിന്റെ. കാരണം വേറെ ഒന്നുമില്ല, ചൈന അവിടെ അക്സൈച്ചിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്, മിലിറ്ററി ഡിപ്ലോയ്മെന്റ്. അത് നടത്തുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുകയാണ്. അവിടെ നമ്മൾ ഈ ഈസ്റ്റേൺ ലഡാക്ക് ഭാഗത്ത് കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഇത് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ചൈനയുമായിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ വന്ന ഉടനെ ആൾക്കാർ ഇവിടെ നല്ല രീതിയിലുള്ള വാർത്തകളാണ്. ചൈനയുമായിട്ട് നമ്മൾ ബൈ ആയി, ഇന്ത്യ ചൈന ബൈ പല രീതിയിലുള്ള ന്യൂസുകളാണ് അടിച്ചിറക്കുന്നത്. ഇത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൈനയുമായിട്ട് എല്ലാ വിഷയങ്ങളെയും കൊണ്ട് ഈ ഒരു ലഡാക്കിൽ ഡിസെൻഗേജ്മെന്റിൽ വെച്ച് നമ്മൾ നോക്കരുത്. അത് മാത്രമല്ല ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രശ്നം പല രീതിയിലും പല മേഖലകളിലും കിടക്കുന്നതാണ്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര രീതിയിലുള്ള കോംപ്ലക്സ് ഇഷ്യൂ ആണ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ളത്. പല മേഖലകളിലും ചൈന ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യക്കെതിരെ കളിക്കുന്നുണ്ട്. ഇന്ത്യ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഇന്ത്യയും ഇൻഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരേ ഒരു സ്ഥലത്ത് ഒരു ഇഷ്യൂ സോൾവ് ആയി കഴിഞ്ഞാൽ അത് ആ ഇഷ്യൂ മാത്രമാണ്. അങ്ങനെ കാണാൻ ശീലിക്കുക. അത് തന്നെയാണ് ഡിപ്ലോമസി. കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ. ചൈന ഇവിടെ ഗിൽജിറ്റ് ബാൽട്ടിസ്ഥാൻ വഴി റോഡ് ഇടുന്നുണ്ട്, സീപെക് കോറിഡോർ അതിലേക്കാണ് പോകുന്നത്. അപ്പൊ അതൊക്കെ ആരാണ് കൗണ്ടർ ചെയ്യാൻ പോകുന്നത്? പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് വിഷയം എന്ന് പറഞ്ഞാൽ, കാനഡയിൽ ഒരു നെജാറിന്റെ കൊലപാതകം നടന്നില്ലേ? ഈ കൊലപാതകം നടന്ന സമയത്ത് എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. കാനഡ മൊത്തത്തിൽ ഇന്ത്യയെ അങ്ങ് ബ്ലെയിം ചെയ്യുക, പല രീതിയിലും ഈ ട്രൂഡോ കെട്ടിച്ചമച്ച ഒരു കേസായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നത്. പലരെങ്കിലും അതിൽ ചിലർക്കെങ്കിലും ചില സംശയം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ഉണ്ടാവുമോ, ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ത്യ ഇടപെട്ടിട്ടുണ്ടാവും. അല്ല, ഇന്ത്യ അങ്ങനെ ഒരു മിഷൻ ചെയ്യുന്നെങ്കിലും അത് സീക്രട്ട് ആണ്. പിന്നെ നമ്മൾ അത് വിളിച്ചു പറയേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ്. എനിവേ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷെ എന്നാലും ഇപ്പൊ ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്ന് ഉള്ള കാര്യമാണ് പൊതുവിൽ വെളിയിൽ വരുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഇവർ 4 പേരെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് 4 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഏതാണ്ട് കരൺ ബറാർ, കരൺ സിംഗ്, അമൻദീപ് സിംഗ്, കമാൽപ്രീത് സിംഗ്, ഈ 4 പേരെയാണ് പിടിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ഈ 4 പേരും തന്നെ കസ്റ്റഡിയിലില്ല. ഇവർ കാനഡ എന്തെല്ലാം പുകിലാണ് ഉണ്ടാക്കിയത് ഈ ഒരു വിഷയത്തിൽ. ഇത്രയും പ്രസിദ്ധമായ ഒരു കേസ്, ഒരു രാജ്യത്തിന്റെ ഡിപ്ലോമസിയെ, സോവറിനിറ്റിയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കേസ്, ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 4 പേരെ അത് ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്, ബെയിൽ കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ബെയിൽ കൊടുത്ത് വിട്ടിട്ടാണ് ഈവൻ ഈ വക ഡയലോഗ് എല്ലാം അടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എവിടെ നിന്നാണ് ഈ ഒരു കേസിന്റെ സോഴ്സ്? ഈ പിടിച്ചു വെച്ച ആൾക്കാരെ കസ്റ്റഡിയിൽ വെച്ച് അവരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്നാണല്ലോ ഈ ഒരു ലീഡ് കിട്ടേണ്ടത്. വളരെ വ്യക്തമാണ്, ഈ ട്രൂഡോ എന്ന് പറഞ്ഞ ആളുടെ കള്ളത്തരം പൊളിഞ്ഞിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് ഇന്ത്യ മനസ്സിലാക്കിക്കൊണ്ട് ഇതാ ഇന്ന് പത്രക്കുറിപ്പ് അടിച്ച് വെളിയിൽ വിട്ടിരിക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ നാണക്കേട് ട്രൂഡോയ്ക്ക് ഇനി വരാനില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും ഇയാള് പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ് ട്രൂഡോ ഇന്ന് നിലനിൽക്കുന്നത്. ഇസ്രായേൽ ഒരു സ്റ്റേറ്റസ് പുറത്തുവിട്ടിട്ടുണ്ട്. സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ 2024 ഏതാണ്ട് 18,365 തീവ്രവാദ ആക്രമണം ഇസ്രായേലിന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ മെജോറിറ്റി ഇസ്രായേൽ ചെറുത്ത് തോൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഒരു എക്സലന്റ് എന്ന് പറയുന്നത്. കാരണം എന്താ പറയുക, ഈ 18,365 തീവ്രവാദ ആക്രമണങ്ങളൊക്കെ ചേർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ പരിപാടിയല്ല. ഇതിലെ വിവിധ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ വീഡിയോ കൂടുതൽ റീച്ച് ആവുള്ളൂ. എന്നാൽ മാത്രമേ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം ഒരുങ്ങുകയുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു മോട്ടിവേഷനും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.